നമസ്കാരം. ഞാൻ ഹരീഷ് തോട്ടുങ്കൽ, മോഹൻജി ആചാര്യ, ലണ്ടനിലാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഒരു ഇന്റർവ്യൂ ആണ്. ഒരു യുണീക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന്. മോഹൻജിന്റെ ഒരുപാട് ഫോളോവേഴ്സ്, ഡിവോട്ടീസ് ഒക്കെ ഉണ്ട്. ഞാനും ഒരു ഡിവോട്ടിയാണ്. ഞാൻ ആദ്യം മോഹൻജിനെ കാണുമ്പോൾ മോഹൻജി അപ്പോൾ ഒരു ഗുരുവാണ്. അക്കോർഡിംഗ് ടു മീ, മോഹൻജി അപ്പോൾ ഒരു ഗുരുവാണ്. ചിലവര് സ്പിരിച്വൽ ഗൈഡ് എന്ന് പറയും. പക്ഷെ അതിനു മുമ്പ് മോഹൻജി ഒരു സാധാരണ ജീവിതമായിരുന്നു. മോഹൻജി ജോലി ഉണ്ടായിരുന്നു, ഒരു കരിയർ ആംബിഷൻ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ച് കുട്ടിയായി. അത് കഴിഞ്ഞിട്ട് ബിക്കോസ് ഓഫ് വേരിയസ് സിറ്റുവേഷൻസ് മോഹൻജി മൂവ്ഡ് ഇൻ ടു സ്പിരിച്വൽ ലൈഫ്. ഈ ജേർണി ഒക്കെ കണ്ട ഒരാളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ ജിമ്മി വർഗീസ്. നമസ്കാരം. Namaskaram, Harish. Very nice to connect today at this time. പ്രത്യേകിച്ചും എല്ലാ വ്യൂവേഴ്സിനും നാട്ടിലുള്ള കേരളത്തിൽ നിന്നും അതുപോലെ വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ കാണികളെയും പ്രത്യേകം അനുമോദിക്കുന്നു, പ്രത്യേകം ആദരവായിട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോ ഹരീഷ് പറഞ്ഞ പോലെ എൻ്റെ റോൾ ഒരല്പം വ്യത്യാസമുണ്ട്. കാരണം ഞാൻ മോഹൻ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ സതീർത്ഥനാണ്, ഫ്രണ്ടാണ്. അത് മാത്രമല്ല ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് 1990 അദ്ദേഹം ഓഗസ്റ്റ് 23 മോഹൻ ജോയിൻഡ് അവർ കമ്പനി. ഞാൻ മസ്കറ്റിലായിരുന്നു, മസ്കറ്റ് ഒമാനില് അമേരിക്കൻ പ്രസിഡന്റ് ലൈൻസ് എന്നുള്ള മേജർ ഷിപ്പിംഗ് ലൈൻ, അന്നത്തെ വലിയ ഷിപ്പിംഗ് ലൈൻ ആയിരുന്നു. അതിന്റെ ഏജൻസി ആയിരുന്നു ഞങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഗൾഫ് ഏജൻസി കമ്പനി ആൻഡ് മത്ര ഷിപ്പിംഗ്. അപ്പൊ അദ്ദേഹം മോൻ joined us as a sales executive at that time to handle it is a very good line and very good it's an American line. അപ്പൊ അദ്ദേഹം നിങ്ങള് മോഹൻജിന്റെ ബോസ് ആയിരുന്നു. Was he reporting to you? Correct, yeah. ഞങ്ങളുടെ ഓർഗനൈസേഷൻ വെച്ചാൽ ബേസിക്കലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു കൂടുതലും. അതിനൊരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് യൂണിറ്റ് ആയിരുന്നു, ഒരു കെമിക്കൽസ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ I was managing it all. അപ്പോൾ I would say about 20 staff. Not a big company because the major company, the parent company was Gulf Agency Company, which had over 100 staff. We formed another company. So I was managing that, and so we had to have very bright mid-career sales people. Mohan was recruited from Cochin, and he came over and he joined us on August 23rd, 1990. 1990, okay. ഓക്കെ. മോഹൻജിനെ ആദ്യം കണ്ടപ്പോ എന്താ നിങ്ങളുടെ വാട്ട് വാസ് യുവർ തോട്ട്? അതെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഹരീഷ്. കാര്യം ലൈക്ക് as every bright young man who's coming to the Middle East for the first time, he had a lot of dreams, a lot of ambitions. He was more into the idealistic more than the realistic side. നമ്മളെല്ലാം സ്റ്റേജ് കഴിഞ്ഞാണ്, അറിയാമല്ലോ. When I was young, also at 25, and as you are as well, you go through the idealistic and then the realistic stage. Realism hit എന്ന് പറയും 30-35 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ശരിയാ, ഇത് ഇത്ര കൂടുതൽ ഇത്ര ambition വേണ്ട എന്നുള്ള. പക്ഷേ anyway, what I was trying to say is that he had a lot of ambition, he had a lot of good ideas. Age, so he was so that was one thing good about him, very ambitious, and also he had good ideas. He used to come and talk to me. We had regular meetings, and there's something good about him. എന്ന് പറഞ്ഞാൽ let's say calm ആയിരുന്നു, വലിയ ദേഷ്യമൊന്നുമില്ല, generally like a young man, കുറച്ച് thoughtful ആയിരുന്നു, more like that. പക്ഷെ അന്ന് was a different Mohanji altogether, in the sense he used to enjoy life. He used to enjoy a beer occasionally with me or with friends. You will see some pictures later on. Perhaps Harish വേണ pictures ഇപ്പൊ കാണിച്ചാൽ നല്ലതായിരിക്കും. അപ്പോ ഇതില് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, and that is of his age that time. When I say that is yes, that is him and me. See how different ഇപ്പൊ എങ്ങനെയുണ്ട് വ്യത്യാസം കണ്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഏജിന്റെ കാലം കഴിഞ്ഞോണ്ട്. അപ്പൊ അത് so this is in my office at that time. So that is one of the pictures. And then if you look at the next picture, ഇതില്
അദ്ദേഹത്തിന്റെ colleagues കുറച്ച് പേരുണ്ടായിരുന്നു. The one on my right, that's on the top, Suresh, and that's Mohan on my left. Sorry, on my right. So Suresh took over from me when I left Oman, and then you have Jerry there, who's in the bottom picture, and Mohan is also there. So this is our attire at that time. So just with the shirt, despite being in Middle East, sometimes I used to wonder why he had to wear ties, but that was how the office attire was, even in the heat. സെയിൽസിലായിരിക്കുമ്പോ അതാണ് സ്പെസിഫിക് അറ്റയർ അല്ലേ? അതെ അതെ, കാര്യം ചിലത് പ്രത്യേകം സെയിൽസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ല. എനിക്ക് കം ടു ദി ഓഫീസിന്റെ ജസ്റ്റ് ഷോ ബിസിനസ് ലൈക്ക് ആയതുകൊണ്ടേ അങ്ങനെയായിരുന്നു. ഒമാനിലിരിക്കുമ്പോ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു മോഹൻജിന്റെ കൂടെ? ബോസ് അങ്ങനെയായിരുന്നോ, പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയോ? എന്താ റിലേഷൻഷിപ്പ്? Well, ഓഫീസിലാകുമ്പോഴത്തേക്ക് obviously മാനേജർ സ്റ്റാഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ my style was always very collaborative manager ആയിരുന്നു അന്ന്. So in other words, I'm saying we used to always have good discussions. But of course, the friends part of it, obviously, we used to have parties. But occasionally, we all used to come home, used to have a drink and food together. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ like I mean, as far as friendship is concerned, friendship കൂടുതൽ വന്നത് ഞങ്ങളുടെ കമ്പനി വിട്ടതിന് ശേഷമാണ്. അത് ഞാൻ പറയാം. ആദ്യം നിങ്ങളാണോ വിട്ടത്, ഒമാൻ വിട്ടു പോയത്? ഇല്ലില്ല, അത് ഞാൻ അവിടെ ഒമാനില് 15 വർഷത്തോളം ഞാൻ മാനേജറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോഹൻ ലെഫ്റ്റ് ജൂൺ 18, 1994. ഞാൻ ഡേറ്റ്സ് തെറ്റിക്കാരിക്കാണ്ട് നോക്കുകയാണ്. 1994 he was very ambitious, as I said. So അതുകൊണ്ട് he went to Dubai to join where one or two companies joined there. He joined as manager there. He always wanted to be a manager. അങ്ങനെയാണ് പോയത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുബായിൽ ചെന്നതിന് ശേഷം ഞാൻ മസ്കറ്റിൻ ദുബായ് 5 മണിക്കൂറിന്റെ യാത്രയുള്ളൂ. ഫ്ലൈറ്റിലാണ് 3/4 മണിക്കൂറേ ഉള്ളൂ. സോ മസ്കറ്റിൽ നിന്ന് ഞങ്ങള് വളരെ റെഗുലർ ആയിട്ട് ദുബായിൽ പോകാറുണ്ടായിരുന്നു. കാരണം APLന്റെ മിഡിൽ ഈസ്റ്റ് ഹെഡ് ഓഫീസ് വാസ് ഇൻ ദുബായ്. അതുകൊണ്ട് അവിടെ ഞാൻ പോകാറുണ്ടായിരുന്നു quite often. ആൻഡ് അതുപോലെ വേറെ ബിസിനസ്സിനൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ മോഹൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് he was also quite advancing in his career, അത് പറയാം. അത് കൂടാതെ ഒരു ഫിലോസഫിക്കൽ സൈഡും വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. when I say that, കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ചിലപ്പം ഒരു മലയാളി ഷാപ്പാടിന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കൈരളി റെസ്റ്റോറൻറ്റ്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും he would talk about ബുക്സിനെ പറ്റി പറയും, തിയോളജിയെ പറ്റി കുറച്ച് സംസാരിക്കും. നോട്ട് സോ മച്ച്, പക്ഷേ കുറച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയായിരുന്നു ബുക്ക് വായിക്കണം, നല്ല ബുക്സ് ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ്. അന്ന് ഫുള്ളി ഇതിലില്ല. he's not much into spirituality, but he used to read എന്ന് പറഞ്ഞു. അപ്പോ then അത് കഴിഞ്ഞാണ്, of course, he got married, as you know. He got married to Sarita. She's also from Palakkad, and she came to Dubai. അപ്പോ അവർക്ക് അമ്മു എന്ന ബേബി ഗേൾ കൊച്ചു വെച്ചുണ്ടായി. That was on November 9th, 1995. അപ്പോ I think you'll see അത് തന്നെ. ഇത് ഞങ്ങളുടെ ഒരു ദുബായ് ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ മോഹനെയും അതുപോലെ സരിതയുടെ കൊച്ചുണ്ടായതേ ഉള്ളൂ. അത് that was in probably 95 or 96 ആയിരുന്നു തോന്നുന്നു. ഡേറ്റ് സ്റ്റാമ്പ് കാണുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഞാൻ എല്ലാവരും പോയി കാണുകയും ചെയ്തു. അതുപോലെ പിള്ളേർ ഓൾസോ ക്വൈറ്റ് ഫ്രണ്ട്ലി വിത്ത് അമ്മു. അമ്മു വാസ് വെരി ഹൈപ്പർ ആക്റ്റീവ്, നല്ലൊരു ക്യൂട്ട് കിഡ് ആയിരുന്നു. ആൻഡ് അപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഞങ്ങളിടയ്ക്ക് വുഡ്ലാൻഡ്സിലും ദാസ്പുര 1-2 റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ദുബായിലുള്ള, ഒരുമിച്ച് പോവുമായിരുന്നു ഒരുമിച്ച്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ. അവിടെയാണ് കൂടുതൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് ലെറ്റ്സ് സേ more than the manager-colleague relationship. You know what I mean? He was very ambitious. Yes, it was a combination of sales. Mainly sales are the focus. But that is with a freight forwarding company. Adine shesham and he joined a company called Hanjin, HANJIN. That's a Korean company. Adu modern shipping and varna oru company aayirunnu. He was working for them as general manager.
Ipo, you told me he was working as a general manager ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ by that time. You know, somebody to move from sales to general manager, അതത്ര easy അല്ല to move so fast. Yes. You know what, മോഹൻജിന്റെ ഏത് qualities ആണ് that made him such a good progress in his career? That's a good point. Harish, he was a very good sales guy, very good salesperson. As such, he could bring in a lot of business. He was a visionary. A visionary. The visionary in the Varambir thing is quite a strategist as well. He would work on strategies, what to focus on in the market, which customers to focus on, what business should we bring on, because shipping is a very competitive market. ആദ്യം ഞാൻ പറഞ്ഞ ഒരു ഫ്രൈറ്റ് ഫോർവേഡിലൂടെയാണ് പോയത്. ഫ്രൈറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അത് it's slightly different. When we go for a shipping line, it's a different ball game altogether, whereas a freight forward you have to work a lot. Appo freight forward already he established a name for himself. Then he was called back as general manager for this company called Hanjin Shipping. Adu Oman lernu. Back to Oman, because one is that Oman experience. Second is that since he had got a good experience with a good major shipping line. ശരി, അപ്പോ ഇത് ദുബായില് ഇതുപോലെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അപ്പൊ then of course ഒരിക്കലും അവർ നാട്ടിൽ പോയപ്പോഴത്തേക്കും, that is മോഹൻ, സരിത and കൊച്ചു പോയപ്പോഴത്തേക്കും, അമ്മു probably she was about 3 years old, no maybe 4 or 5, I'm not quite sure that time. അപ്പോ 5 years exactly, August 23rd 2000 ആയിരുന്നു. അപ്പോ almost 5 years ആയിരുന്നു. So they had gone on vacation. അപ്പോഴത്തേക്കും കൊച്ചു അമ്മയുടെ കൂടെ ആയിരുന്നു, holding her hand. അവരുടെ വീടിന്റെ മുറ്റത്തായിരുന്നു ബസ് സ്റ്റോപ്പ്. അപ്പോ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു. അപ്പോ അമ്മു പെട്ടെന്ന് അമ്മയുടെ കൈ വിട്ട് ക്രോസ് ചെയ്ത്, അപ്പൊ ഒരു ലോറി വന്ന് ഇടിച്ചു. അങ്ങനെയാണ് ആ ട്രാജഡി ഉണ്ടായത്. അതേ പിന്നെ അവരുടെ ജീവിതം ഒരുപാട് മാറി. കാര്യം വെച്ചാൽ obviously it was quite a big shock. അപ്പോ I'm not quite sure the മോഹൻജി കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഡെഫിനറ്റ്ലി സരിത ഉണ്ടായിരുന്നു. സരിത went into a depression, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. സോ മോഹൻ he would അപ്പൊ I'm not quite sure about the sequence. അപ്പൊ കൂടുതലും ഈ തിയോളജി സ്പിരിച്വാലിറ്റിയിലും കൂടുതലും അങ്ങനെ അദ്ദേഹം ഇൻവോൾവ് ആയി. കൈലാസിൽ പോയി, അതുപോലെ ഇങ്ങനെ പല ഈവന്റ് ഇൻ മെഡിറ്റേഷൻ, ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് തിരിച്ചു വന്നപ്പോഴേക്കാണ് ഓരോരോ ഡിസ്കോഴ്സസ്, ടോക്സും അതുപോലെ ചെറിയ ഗ്രൂപ്പ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. റേഡിയോ ടോക്സ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് എനിക്ക് ഏത് കാര്യത്തിലുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ റേഡിയോ ടോക്ക് ഉണ്ട്. അന്ന് ഞാൻ ഇവിടെ ആയിരുന്നു. I was in 2000. ഞാൻ ഇവിടെ ഓൾറെഡി മസ്കറ്റ് വിട്ട് ദുബായും വിട്ട്. ഞാൻ ദുബായിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. Then I came in October 10, 2000 ഞാൻ ഇവിടെ എത്തി. August 23rd അമ്മുവിന്റെ മരണം. അത് കഴിഞ്ഞ് കുറെ നാള് ഒരു ആബ്സെൻസ് ആയിരുന്നു, വലിയ കോണ്ടാക്ട് ഇല്ലായിരുന്നു. കോണ്ടാക്ട് ഇല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്, അതായത് കൂടുതലും ഞാൻ പറഞ്ഞില്ല, ഈ മെഡിറ്റേഷനും അതുപോലെ ആ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്നോട് കോണ്ടാക്ട് ആയത്. അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാന് then he was more at peace with himself. ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തെ ഞങ്ങൾ പുള്ളിയുടെ ഫാദറിനെ കണ്ടു, മദറിനെ കണ്ടൊക്കെ we used to be quite friendly that way. അപ്പോ ഇങ്ങനെ ഞാൻ പറയാൻ വന്നു വെച്ചാൽ, ഇങ്ങനെ ഈ റിലീജിയസ് ഡിസ്കോഴ്സസ് കുറെ ഉണ്ടായിരുന്നു. അതുപോലെ ഫോളോവേഴ്സ് പതുക്കെ കൂടാൻ തുടങ്ങി. മസ്കറ്റിലും ഫോളോവേഴ്സ് ആയി, മസ്കറ്റിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുകൊണ്ട് അവരും ഫോളോവേഴ്സ് ആയി. അപ്പൊ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ റേഡിയോ ഡിസ്കഷൻസ്, പിന്നെ അതുപോലെ ഷോർട്ട് സെഷൻസ് ഓൺ ദ ഫോൺ, അങ്ങനെയൊക്കെയായിരുന്നു. When you met him next, അപ്പോ മോഹൻജി ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നു. അപ്പോ ബിക്കോസ് ഓഫ് ഹിസ് കാംനെസ്, വാട്ട് ഹി ഹസ് ഗെയിൻഡ് ഡ്യൂ ടു ഹിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. റൈറ്റ്. അത് ഞാൻ പറയാം. കാര്യം വെച്ചാല്
Harish, അതിന്റെ interesting thing as well as ഞാൻ നമ്മൾ കാനഡ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് ഗോ എപ്പോഴും പോവില്ല നാട്ടില്. പക്ഷേ Correct. one of the good things that happened to me is കാരണം because of my experience with the Middle East and India, I was more like a specialist for that particular region. അതുകൊണ്ട് I could go every year, more or less every year. Say once, I would take it as a business trip. ഇതുപോലൊരു business tripല് ഞാൻ മസ്കറ്റിൽ പോയപ്പോഴത്തേക്കും മസ്കറ്റ് ആൻഡ് ബോംബെ ആൻഡ് ഇന്ത്യ കവർ ചെയ്യായിരുന്നു. അപ്പൊ അത് May 18th 2012 12 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവിടുന്ന് കാനഡ വന്നിട്ട്. അപ്പോ അന്ന് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ഇപ്പോ മോഹന്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്ക് ആയിരുന്നു അന്ന് ഈ ജനറൽ മാനേജറായിട്ട് മോഡേൺ ഷിപ്പിംഗ്. അപ്പൊ എനിക്കതൊന്ന് ഓർമ്മയുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്കും നേരത്തെ വിളിക്കും, ഞാൻ നേരത്തെ വരികയാണ്, സം കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഇതാണ്, സോ ദർ ഇസ് എ സ്പെഷ്യൽ തിങ് ദാറ്റ് I'm quitting the company because that job is done. So ഞാൻ പോയി അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്തു from the office, took him to his place in Coram. Coram is in again Muscat. അവിടെ അപ്പം Biliana is his wife. She had just come back from work. She was working for Mercedes Benz, and the small girl that is Mila, and a few other friends were also there in his house. Appo I'm just showing that picture. Yeah. ഇത് 2012 May 16 2012 അപ്പോ ഇത് അന്ന് ഇതുപോലെ this is just I picked him up from his place, from his office. I come home. Appo anna you can see his picture behind as well. Daru varchana. So it is quite a good picture. I used to remark that as well. It's such a profound picture. Appo anna ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പം അപ്പൊ ഒന്ന് ഓർത്തോണം. So 2000 1990 to 2012 അപ്പോ എത്രയാ so you're talking about 12 years കഴിഞ്ഞു in shipping. Correct. 12 years in shipping, that was all his life, more or less his life. അപ്പോ അതൊരു വല്ലാത്തൊരു വഴിത്തിരിവാണെന്ന് പറയാം. That is, you are in the crossroads of life. So basically you have an obligation on the family, obligation on the, you have an obligation towards your wife, your child as well. Money also is important for living. ആ ഒരു crossroads. So obviously അപ്പൊ മോന്റെ മനസ്സിൽ വെച്ചാല് അടുത്ത ജോലിക്ക് നോക്കുക. അതായത് probably not as a full-time, maybe a consultant ആയിട്ട്. So he want to go up to China, അതുപോലെ ജപ്പാനിൽ പോയിട്ട് ഞാൻ കുറച്ച് കോൺഫറൻസിന് കൂടാം, ഞാൻ കുറച്ച് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഐ എം ഗോയിങ് ടു വർക്ക്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു I think that is enough. ഞാൻ പറഞ്ഞു മോഹൻ, because I think now you've already spent quite your career there. Your calling is in spirituality. You have a good following right now. Continue on that. I think you will thrive very well, Yambaran, because you have it in you, and you cannot do രണ്ട് ജോലി ചെയ്യാൻ ഒക്കത്തില്ല. either ഒന്നില് ഷിപ്പിംഗ് പോവാ അല്ലെങ്കിൽ തിയോളജി പോവാ. അപ്പൊ അങ്ങനെ എനിക്കൊരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്ന വെച്ചാല് ഒരു ജെന്റിൽ നഡ്ജ് ഞാൻ ചെയ്തു. അദ്ദേഹം ഞാൻ പറഞ്ഞ കേട്ടു. അങ്ങനെയാണ് ഇതിൽ കംപ്ലീറ്റ്ലി മോഹൻജി ഫൗണ്ടേഷനിലേക്ക്, അതുപോലെ മുഖ്യ ഫൗണ്ടേഷനിലും അതിലെല്ലാം ഫോക്കസ് ചെയ്യാനും, പിന്നെ ദി റെസ്റ്റ് ഇസ് ഹിസ്റ്ററി ആസ് യു നോ. ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ ഇസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഇത്തിരി കഷ്ടമല്ലേ? ബിക്കോസ് ഇത് സാധാരണ ജീവിതം അല്ല. ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് അത് കുറച്ച് കഷ്ടമാണ്. അങ്ങനെ അഡ്വൈസ് കൊടുക്കാനും ഡിഡ് ഇറ്റ് കം നാച്ചുറലി ടു യു, ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് കൊടുത്ത ഡെസിഷൻ ഇതായിരുന്നു, അഡ്വൈസ് ആയിരുന്നു ഇത്? It came naturally to me. That's quite surprising, right? കാരണം മറ്റൊന്നുമല്ല. See, let's say Harish, you and I talk. If I know you well itself, I may not say that to you. Not the theology part of it. കാരണം വെച്ചാല് it's a difficult decision. പക്ഷേ ഞാൻ നോക്കിയിട്ട് I didn't see him. When I say that with due respect, is that to excel in shipping is quite tough, because
You need to have 24/7. Your job is 24/7. You cannot have other things in mind as well. And then already, Mohan was already in that zone, if I may say. Actually, I'm already, of course, more like a Swami അന്ന് തന്നെ. കാര്യം എല്ലാവരുടെ ഫോളോവേഴ്സ് മാത്രമല്ല, പിന്നെ ആ ഒരു സിറ്റുവേഷൻ പോകുമ്പോഴത്തേക്കും, like, I mean, yeah, it is shipping it's tough. It's not easy. Like, it's more like as I said, 24/7 job. But അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ വേറെ കാര്യം, I mean, as you rightly said, ജീവിതം, how will you manage, obviously, without a job? ഞാൻ ഒരു കാര്യം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, don't let Biliana leave a job. Let her continue on the job. That will be a steady income, and that you continue on with this and with the discourses, and to better your skills. When I say skills, is theological knowledge as well. അങ്ങനെയാണ് ഇത് that came about like that. That was in 2012. Now it is 8 years after that. 8 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾ ആദ്യം മോഹൻജിനെ കണ്ടപ്പോ he came for work to you. He came and worked for you. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആയി, you met him in Dubai, and then you met him in 2012. നിങ്ങൾ ഇപ്പോഴും മീറ്റ് ചെയ്യാറുള്ളല്ലോ അല്ലേ? നിങ്ങൾ അപ്പോ ഈ ഇത്ര കൊല്ലത്തില് is there any difference? മോഹൻജിന്റെ സ്വഭാവം ഇല്ലെങ്കിൽ ഹിസ് ക്യാരക്ടർ വല്ല വ്യത്യാസമുണ്ടോ? Or is he the same person? വ്യത്യാസമുണ്ട്, 100% വ്യത്യാസമുണ്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് മെയിൻലി അദ്ദേഹത്തിന്റെ ചിന്താഗതി ഒരുപാട് മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് നാച്ചുറലി. when I say that is that he's more thoughtful. പക്ഷേ ഫ്രണ്ട്സ് ആയിട്ട്, ലൈക്ക്, ഐ മീൻ, എന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര പഴയ ഞങ്ങൾ തമാശകൾ പറയും, അതുപോലെ കെട്ടിപ്പിടിക്കും. ഐ മീൻ, ഹീസ് വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് that he would call me is saying that, Jimmy, we got to meet. Definitely, I said. So വീട്ടിലും വന്നിട്ടുണ്ട്. He's come home as well, and with his followers, with one family, and also then in fact ഇവിടെ ഞാൻ ഒരു ആശ്രമമുണ്ടല്ലോ, ഇവിടെ അമരാന്ത് എന്ന് പറയുന്ന ആശ്രമമുണ്ട്, ഞങ്ങൾ അവിടെ കാണാറുണ്ട്. അതുപോലെ I was given the honor, every time I go he makes sure that we both have breakfast together. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, breakfast lunch together where we are. ഒരു ബുക്ക് റിലീസും ഞാൻ ചെയ്തു, ക്രിയ യോഗ എന്ന് പറഞ്ഞ മോഹൻജിയുടെ ബുക്ക് അല്ല, പക്ഷേ he did the forward in that book. അപ്പോൾ അത് ഞാനാണ് റിലീസ് ചെയ്തത് അമരാന്തിൽ. ഒരു പിക്ചർ കാണുമായിരിക്കും അവിടെ, must be with you somewhere. Okay, let me see. Okay, അത് പറയുമ്പോഴത്തേക്ക് അപ്പൊ യുവർ ക്വസ്റ്റ്യൻ വാസ് ഹരീഷ് ചോദിച്ചത് വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ടെന്ന് പറഞ്ഞാൽ വളരെ ഇത് അതിന് പിക്ചർ ഇത് അമരാന്തിൽ ഞങ്ങൾ എടുത്ത അന്ന് ബുക്ക് റിലീസിന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തിട്ട് പിക്ചറാണിത്. I would share that with you. അതുപോലെ വളരെ ഞങ്ങൾ തമ്മിൽ വളരെ ഇപ്പോഴും ആ ദോസ്തി ഇപ്പോഴും ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്റ്റിലുണ്ട്, വാട്സാപ്പിലും. പിന്നെ ഞാൻ ഇപ്പൊ ഓഫ് കോഴ്സ് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി വിൽ ബി ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. മോഹൻജിന്റെ ഏത് ക്വാളിറ്റീസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു ഓർ യു ആർ ഫോണ്ട് ഓഫ്? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഹരീഷ്, ഒന്ന്, what I like about him is there are certain things which I definitely like about him and his lifestyle. ഒന്ന്, അമുഖ്യ ഫൗണ്ടേഷൻ. അമുഖ്യ ഫൗണ്ടേഷൻ വാസ് എ സിമ്പിൾ കോൺസെപ്റ്റ് ആയിരുന്നു. എന്നിട്ട് അതെങ്ങനെ എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുന്നറിയാം. കാരണം ഒരു കാര്യമാണ് വെച്ചാൽ, Mohan also and I also believe in one thing, in giving. You have to give. Life, it's a learning curve, obviously. നമുക്ക് ഓരോ ഐ മീൻ മോഹൻജിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ എന്താ പറയുന്ന person and also all the situations that had an impact on his life. Obviously, the major impact was with his daughter's passing away. പക്ഷേ what ഒരിക്കലും ഞാനൊരു കഥ പറഞ്ഞാല് ഞങ്ങള് we look at, I'm a Christian, as you know, as a Catholic. So I just want to quote one, Matthew chapter 5 verse 14. In English to വായിക്കാതെ, you are the light of the world.
none would hide a light under the bushel basket. It would be on a lampstand where it gives light to all in the house. In the same way, let your light shine upon others, so that they may see your good works and give glory to your Father in heaven. അപ്പോൾ ഇതിന്റെ അർത്ഥം വെച്ചാൽ basically ഇതുപോലെ once I was talking to a priest, so what he was saying is that your life will only be complete once you give back to the community what God has given you as a talent. This is exactly what Mohanji's vision and ideals are. He only talks about giving back. He doesn't talk about receiving. In every way, as with the flood situation, I think it was, you had the floods, major floods, as well as the earthquake. There are a lot of issues which have happened in India, and I know that he was there in the forefront in Jammu, Kashmir, all these places, right? So that's one thing which I liked about him. And മോഹൻജി പറഞ്ഞാല് ചില നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും നല്ല കാര്യം വെച്ചാൽ one is that he is very secular. He is respectful of all cultures, religions, faiths, and diversity. God-fearing and well-balanced. ഞാൻ പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് തന്നെ. He's got Jesus Christ there, he's got Buddha there, he's got Sai Baba, he's got I think Prophet Muhammad as well. So I think the point, what I'm trying to say is that he's respectful of all religions. He says that I'm not advocating religion. I'm just talking about a way of life. That is what that I used to get quite fascinated about. And he used to always say that I respect Jesus. So I respect all religions. That's simple as that. Other I used to find quite fascinating. You also have ഒരുപാട് followers ഉണ്ട് നിങ്ങൾക്കും, mainly for your singing talent. So we would like to hear, since ഇപ്പോൾ ഓണം വരുന്നുണ്ട്, അപ്പോൾ something related to ഓണം, ഒരു few lines പാടിയ നന്നായിരിക്കും. It will be a dedication to Mohanji as well. സന്തോഷം. മ്യൂസിക്കിനെ പറ്റി പറഞ്ഞാൽ ഹരീഷ്, താങ്ക് യു ഫോർ ബ്രിങ് മീ ടു ദാറ്റ് anyway. കാരണം എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഹോബി ഫ്രം ചൈൽഡ്ഹുഡ് ഇസ് സിംഗിങ്. അപ്പൊ അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യും. അതൊരു പാഷനാണ്. ഐ റിയലി എൻജോയ് ഇറ്റ്. ഒരു പ്രത്യേകിച്ചും ചലഞ്ചിങ് സോങ്സ്, ലൈക്ക് ഐ എം ഡൂയിങ് എ ലോട്ട് ഇൻ Tamil as well. You have heard some Ilayaraja songs. Yeah. I do Kishore Kumar. I do. Amazing. Thank you. So basically, my main thing is that I like perfection in what I do. We're all, I'm not claiming to be Yesas or anyone, but I'm saying that I try and do as best as I can. I can sing a few lines, definitely. അപ്പോൾ ഒന്ന് ഞാൻ ഗിറ്റാർ എടുക്കേണ്ടി വരും. ഒരു ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓഫ് ചെയ്യാൻ ഞാൻ അപ്പോഴേക്ക് എടുത്തരാം. ഓക്കെ, കേട്ടോ? റെഡി? പെർഫെക്റ്റ്. ഇത് മോഹൻജിയുടെ ഫോളോവേഴ്സും അതുപോലെ എല്ലാ കാണികൾക്കും, എല്ലാ സഹൃദയർക്കും ഓണാശംസകൾ എൻ്റെ ഭാഗത്ത്, എൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഈ ഗാനം മറക്കുമോ? ഈ ഗാനം 1978 ഒരു മൂവിയാണ്. സലീൽ ചൗധരി അന്നത്തെ വളരെ ഒരു ഹിറ്റ് കമ്പോസർ ആയിരുന്നു. ONV കുറുപ്പിന്റെ വരികൾ പാടിയത് മറ്റാരും നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് തന്നെ. ഓണപ്പൂവേ 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 പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ ആടി വിളിപ്പൂ ഇതാ
ഇതാ ഇതാ അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അനുഭൂതികൾ തൻ പൊന്നലിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. Fantastic. Thank you very much. That was amazing. That was amazing. ഇതൊരു ഓണം ഗിഫ്റ്റ് തന്നെ ഞങ്ങൾക്ക്. സന്തോഷം സന്തോഷം. ശരി, വേണമെന്നുണ്ട് ഒരെണ്ണം കൂടി പാടാം താല്പര്യം ഉണ്ടെങ്കിൽ. Sure. That will be amazing. അതോ ഓണപ്പാടത്തിന് വേണ്ടേ? ഏതായാലും up to you. ഓക്കെ, ഒരു കാഴ്ച നമുക്ക് വേറെ പാട്ട് പാടാം. Okay. I'll sing it's more about ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞൊരു പാട്ടാണ്. നല്ല പാട്ടാണ്. സ്വന്തമായി ഒന്നുമില്ല സർവ്വതും നിന്ദാനം സ്വസ്ഥമായി ഉറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. Fantastic. Thank you very much for this amazing singing. Mr. Jimmy Burgess, thank you very much. നിങ്ങൾ ഈ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ എക്സ്പീരിയൻസസ് ഇതൊക്കെ ഞങ്ങൾ ഫോളോവേഴ്സ് ഡിവോട്ടീസിനൊക്കെ ഇറ്റ്സ് ലൈക്ക് പേൾസ് precious. They're very precious. Thank you very much for coming to this interview and sharing those experiences. Thank you very much. Santosh Marish, thank you for the interview, and so we'll talk later. Okay, bye. Thank you. Ellarkum namaskaram, santosham. Okay.